ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ ഇന്ത്യൻ കപ്പലുകൾ അതീവ സുരക്ഷിതമായ പാതയാണ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല, ഈ കടലിടുക്കിലൂടെയുള്ള ഓരോ നീക്കങ്ങളും, ഈ കപ്പലുകളുടെ ഓരോ നീക്കങ്ങളും തുടർച്ചയായി തന്നെ കേന്ദ്രം നിരീക്ഷിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇവിടെ ഇറാനും അതേപോലെ തന്നെ മറ്റ് ശത്രു രാജ്യങ്ങൾക്കും വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ കപ്പലുകളെ യാതൊരു വിധത്തിലും ആരും ആക്രമിക്കരുത് എന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ വ്യക്തമായ സന്ദേശം കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ ഇന്ത്യ പുറത്തുവിടുന്നത്. അറബിക്കടലിലടക്കം നാവികസേന നിർണായക പങ്കാണ് ഈ കപ്പലുകളുടെ നിരീക്ഷണത്തിനായി വഹിക്കുന്നത്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുടെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലും കപ്പലുകൾക്ക് നാവികസേന കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. നേരത്തെ ഓപ്പറേഷൻ സങ്കൽപ്പിലും ഇന്ത്യൻ നാവികസേന കൃത്യമായ പങ്കുവച്ചിട്ടുണ്ട്. സുരക്ഷാ നീക്കങ്ങളുടെ ഭാഗമായി ഇന്ത്യ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല, ഗൾഫിലേക്ക് ഇനി ഒരു കപ്പൽ പോലും അയക്കുന്നത് പരിഗണിക്കില്ല എന്ന ഒരു നിലപാട്, തറപ്പിച്ച ഒരു നിലപാട് തന്നെയാണ് കേന്ദ്രം ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നാൽ ഹോർമുസ് കപ്പൽ അടഞ്ഞു കിടന്നാൽ പോലും യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന ഒരു നയം വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ്. ഇതോടുകൂടി തന്നെ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെക്കുന്ന ചില പ്രസ്താവനകളാണ് സമീപ ദിവസങ്ങളിലായി തന്നെ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. അതോടൊപ്പമാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് പാത ഒരുക്കി, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേക ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു വഴി തുറന്നുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 3-4 കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് നേരിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നും നാളെയുമായി 2 കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയാണ്. ഈ ഒരു 2 ടാങ്കറുകളിലായി തന്നെ 94,000 ടൺ LPG ആണ് രാജ്യത്തേക്ക് എത്തുന്നത്. ഇത് ആവശ്യമായ എല്ലാ ആവശ്യങ്ങൾക്കും, അല്ലെങ്കിൽ ഓരോ അടുക്കളയിലേക്കും എത്താൻ പാകത്തിനുള്ള LPGകളാണ് ഇപ്പോൾ അവിടെ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ BWL, അതേപോലെ തന്നെ BW ടയർ എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുള്ളത്. 18 കപ്പലുകളാണ് ഇനി ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. പെർഷ്യൻ കപ്പലുകൾക്ക്, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കപ്പലുകൾ അല്ലെങ്കിൽ എണ്ണ കൊണ്ടുവരാൻ ഇനി കപ്പലുകൾ അയക്കുന്നത് നിലവിൽ പരിഗണനയിൽ ഇല്ല എന്നാണ് മന്ത്രാലയങ്ങൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പല രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. അതേസമയം കരിഞ്ചന്ത് തടയാൻ സംസ്ഥാനങ്ങൾ കൺട്രോൾ റൂമുകൾ തുടങ്ങണമെന്നതാണ് കേന്ദ്രം ആവർത്തിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ജനങ്ങളോട് നിരന്തരം സമ്പർക്കം നടത്തുന്നില്ല. പാർലമെന്റിന്റെ ഊർജ്ജ പ്രതിസന്ധി ചർച്ച വേണമെന്നത് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു പറയുന്നുണ്ട്. രാജ്യം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നതാണ് പ്രിയങ്കയുടെ ഒരു വിശദീകരണം. അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ജാഗ് വസന്ത്, നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകൾ LPGയും വഹിച്ചുകൊണ്ട് രാജ്യത്തെത്തിയിരുന്നു. നിലവിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം അത് കേന്ദ്രം തുടർച്ചയായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അറബിക്കടലിലടക്കം നാവികസേന നിർണായക പങ്കാണ് ഈ കപ്പലുകളുടെ നീക്കത്തിൽ വഹിക്കുന്നത്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുടെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലും കപ്പലുകൾക്ക് നാവികസേന നിർദ്ദേശം നൽകുന്നുണ്ട്. നേരത്തെ ഓപ്പറേഷൻ സങ്കൽപ്പിലും ഇന്ത്യൻ നാവികസേന ഇതേ പങ്ക് കൃത്യമായി തന്നെ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.